എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരിച്ച് കണ്ടോ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമ്മുടെ ചെറിയൊരു വീടും കുറച്ച് കാര്യങ്ങളും നമ്മുടെ ഇതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ച. വേറെ എവിടെ എല്ലാവർക്കും സുഖം തന്നെ. വലിയ ടൈമിങ്ങിലായിട്ട് വെറുപ്പിക്കാനൊന്നുമില്ല. നമ്മള് തമാശക്ക് അപ്പളൊക്കെ ആയിട്ട് പിന്നെ ചെറിയൊരു ബ്ലോഗായിട്ട് കണ്ടാൽ മതി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ബ്ലോഗിനെ നിങ്ങൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് 2-3 സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ ഷെയറിങ്ങിൽ ഇഷ്ടപ്പെട്ടിട്ട് കിട്ടുകയാണെങ്കിൽ അത് എനിക്കും എൻ്റെ ഫാമിലിക്കും മെച്ചാണ്. പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ കാര്യങ്ങൾക്ക് കണ്ടന്റ് ഇല്ല, അതാണ് മെയിൻ. റെഡി? അപ്പോൾ ഞാനിന്ന് നമ്മുടെ തറവാട്ടിൽ വെച്ചിട്ട് നമ്മുടെ വല്യുപ്പാൻ്റെ 20ാമത്തെ ആണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയ യാസിനോ വരക്കുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു വയസ്സിൻ്റെ ശേഷമായിരുന്നു വന്ന പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും അവിടെ ഇറങ്ങിയൊക്കെ കഴിഞ്ഞു, ചെല്ലിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വ്ളോഗ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ അതിൽ ഇൻഷാല്ലാ പറ്റുമെങ്കിൽ ആർക്കും ഞാനിത് കൂട്ടും. മൊത്തം എന്നോട് കാണിക്കാൻ പറ്റില്ല, എന്നാലും കഴിഞ്ഞ കുറച്ചൊക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ ഇതിൽ കൂട്ടാൻ പറ്റുന്ന കൂട്ടും. പിന്നെ നെക്സ്റ്റ് ഇൻഷാല്ലാ ഇപ്രാവശ്യം ഞങ്ങൾ എവിടേക്കും പോയിട്ടൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെറിയൊരു വ്ളോഗൊക്കെ ചെയ്തു ഫാമിലിക്കൊക്കെ. അപ്പം എന്താ വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പൈസ എവിടെയൊക്കെ ചിലവാക്കി ഒന്ന് റാത്തായി. എന്നാലും പറയട്ടോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ആരോടും കൈയാട്ടാതെ ഒരു ചെറിയൊരു സന്തോഷം. കുറച്ച് പൈസ മുടക്കി നമ്മൾ കായ് കൊടുത്ത് വാങ്ങാൻ തുല്യമാണ്. അതിലൊക്കെ കയറി പോരുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷം തന്നെയാണ്. ഇതിന് പോകട്ടെ ചുറ്റി പോയാലും അതിലൊക്കെ കയറി കണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക റൈഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പോയി നോക്കുമ്പോൾ പിന്നെ കുട്ടികൾക്ക് സന്തോഷമായി. പിന്നെ എന്തെല്ലാം പരിപാടിക്ക് ബീച്ചിലും ചെന്നാൽ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ബീച്ചിൻ്റെ കൺസൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നുണ്ട്. അപ്പം പിന്നെ എനിക്ക് പൊതുവായിട്ട് ഒഴിവില്ലാത്തൊരു വിഷയം ഇതിൽ വരുന്നുണ്ട്. കാരണം ഞാൻ രാവിലെ പറയുന്നെങ്കിൽ 9:30 പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 6:15 കറക്റ്റ് ടൈമിങ്ങിൽ കറക്റ്റ്. പിന്നെ പിരിവിന് പോകണം. പിരിവിന് പോയാൽ ഒരു 10 വരെ വാതിലിന് പോയി വിട്ടുപോയി 2,000 കിട്ടും. അതൊക്കെ വിഷയമാണ്. 2,000 കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മളത് കേരളത്തിൻ്റെ പൈസ പിരിവ് കൊണ്ട് സംഗതി. അതിന് പോയി ജീവിതം കഴിഞ്ഞ് പോകണ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാറ്റം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെറിയൊരു ചാനലൊക്കെ തുടങ്ങിയത്. പിന്നെ ഭാവിക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഒന്നും ആക്കിയിട്ടിട്ടില്ല. ഇങ്ങനെ കയറ്റം കിട്ടി കയറി പോകണം. ഇൻഷാല്ലാ ശരിയാണെന്നുള്ള പ്രതീക്ഷയിൽ ഇതിന് ആ വർക്കിനൊപ്പം വീഡിയോ ചെയ്യാൻ ഏതായാലും ടൈം കിട്ടില്ല. പിന്നെ അപ്പം ഇങ്ങനെയൊക്കെ ആഴ്ചയിൽ ഓരോ വീഡിയോകളൊക്കെ ചെയ്യാൻ ടൈം കിട്ടുമോ നോക്കണം. എന്നാലും എപ്പോഴൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു വന്നതിന് ശേഷം നമുക്ക് വീഡിയോ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ പുറത്തേക്ക് പോയാൽ നമുക്ക് നടക്കില്ല, പിന്നെ ക്ലിയറും ഉണ്ടാവില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ വീട്ടിലാകുമ്പോൾ ആ ക്ലിയർ കമ്മിയോ പ്രശ്നമൊന്നുമില്ല, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത് വിഷയമല്ല. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരും എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ എന്തായാലും അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ബ്ലോഗ് കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ട ബ്ലോഗ് ഉണ്ടല്ലോ ചെറിയൊരു ടൈമിങ്ങിൽ അത് ഒപ്പിച്ചെടുക്കാൻ തന്നെ പറയും. പിന്നെ വണ്ടി വിടും. ഞാൻ ഭാര്യനോട് പ്രഷർ ചെയ്യുക, ഇടുക്കി പറയും. വലിയ അഭിപ്രായം തൊടാത്ത ചെറിയ വീഡിയോ ഇതാണ്. അപ്പോൾ അതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ കൊള്ളാം എന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പോൾ അതിൽ ഉപരിയായിട്ട് നമുക്ക് ശ്രമിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഇതിൽ നന്നാക്കി എടുക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ആഴ്ചക്ക് ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ പറ്റുമെങ്കിൽ ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ഇതിക്കും കൂടി ഒന്ന് മെച്ചപ്പെടട്ടെ അല്ലേ. പിന്നെ പ്രത്യേകിച്ച് പറയാനിപ്പോൾ ഈ വീട്ടിലിപ്പോൾ ഉള്ളത് നമ്മളെ തന്നെ ഉള്ളൂ. ഈ വ്ളോഗിൽ കൂടാൻ അനിയന്, എൻ്റെ ഭാര്യ, കുട്ടി,
ഉമ്മ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ. ഇപ്പൊ അനിയൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും കുട്ടി അങ്ങനെ ഇപ്പോഴത്തെ റൂമിലാണ്. അവര് കിടത്തേക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയില് ഈ പറഞ്ഞ 3 ആൾക്കാരുള്ളൂ. ഉമ്മ എന്നെ വിളിച്ചെങ്കിൽ വരാൻ വിചാരിച്ചിരിക്കണം. അപ്പം ഉമ്മാക്ക് മൈക്ക് കൈമാറാണ്. ഉമ്മ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് വരേണ്ടി വെയിറ്റ് ചെയ്യും. വരൂ. ആ ഉമ്മാക്ക് അതൊക്കെയാണ് എല്ലാവർക്കും അറിയാം മടിയാണ്. എന്നാലും ഇപ്പൊ ആരും കാണൂലെന്ന് കൂട്ടിയാണ് ഇങ്ങനെ വന്നാല്. ഇതിപ്പോ ആൾക്കാർ കാണാതൊക്കെയാണ് യൂട്യൂബ് ചാനൽ എത്ര ആള് കാണുന്നുണ്ട്. എന്നാ പോരി ചോദിച്ചു നമ്മളെന്തിനാ പറ്റിട്ട് അഭിപ്രായം കണ്ട് വർത്താനം പറഞ്ഞു. എന്നും ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടി പറഞ്ഞിലൊക്കെ ഉണ്ട്. പക്ഷേ അതിന് പോലെ ഒഴിവില്ല. നേരം കൊടുത്താവും പോയില്ലേ. പിന്നെ വൈകുന്നേരം 5 മണിക്കാണ്. 5 മണിക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പിരിവിന് പോകാണ്ട് അത് കഴിഞ്ഞ് വരും 7-7:30 മണിയാവും. പിന്നെ ഇപ്പോഴത്തെ വെയിലും കാര്യമൊക്കെ ഭയങ്കര സീനാണ്. കസാരയിലൊക്കെ ഇരുന്ന് അങ്ങനെ ഉറക്കും. ഭയങ്കര വെയിലല്ലേ. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ വെയിലൊക്കെ പോയി നമുക്ക് മഴ വരണം. ഇപ്പം എല്ലാവർക്കും റാത്താണ്. ഇങ്ങനെയൊക്കെയാണ് വർത്താനം. വേറെ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്താ മരവും കുട്ടിയാണെങ്കിൽ പിന്നെ അവിടെ വെച്ച് കത്തുകയാണ്. വിളിച്ചു നോക്കണം. വൃത്തികായിട്ടൊന്നുമില്ല. സുഖം തന്നെയാണ്. മകൾ ഇവിടെ ഇല്ല. ഓളെ വീട്ടിലാണ്. ഓൾക്കൊണ്ട് ചെറിയൊരു ബ്ലോഗ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ബ്ലോഗിൻ്റെ പേര് അല്ല ഓക്കുള്ളത് എല്ലാവരും കൂട്ടി ചെയ്ത് കൊടുക്കട്ടെ. ഓർക്കും നല്ലതൊക്കെ വിജയിക്കട്ടെ. ജിമ്മു ഫാമിലി, ജിമ്മു ബ്ലോഗ് ഫാമിലി ആയിക്കോട്ടെ. അത് അടിച്ചൊക്കെ കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് വർത്താനം. പിന്നെ വേറെ എന്താ, എൻ്റെ ഉപ്പ മരിച്ച 20ാമത്തെ ആണ്ടായിരുന്നു. അങ്ങനെ 4 മണിക്ക് നമ്മൾ രാഷ്ട്രീയത്വം മറ്റൊക്കെ കഴിഞ്ഞ് പോകാനൊക്കെ ചെയ്തു. പോകാൻ ഒരുപാട് സ്വീകരിക്കട്ടെ. അമീൻ. പിന്നെ വേറെന്താ പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. നമ്മളെ കുടുംബക്കാർക്കും ഇത് കാണുന്ന എല്ലാവർക്കും വാർത്തായിരിക്കാം. പിന്നെന്താ, പിന്നെ നാട്ടിൽ ഏതായിട്ടൊന്നുമില്ല. ഞങ്ങളെ വീട്ടിൽ പ്രത്യേകമൊന്നുമില്ല. ചോറ്, കോഴിക്കറി അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. എല്ലാവർക്കും ചോറുള്ള പരിപാടിയിലാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ചെറിയവന് ലീവാണ്, മറ്റവന് ലീവില്ല. അപ്പോൾ അങ്ങനത്തെ കല്യാണ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ ലീവ് കിട്ടും. അങ്ങനെയൊക്കെയാണ് പരിപാടി. ആയിക്കോട്ടെ. കൂടുതലായിട്ട് ഒന്നും വെറുപ്പിക്കുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ എല്ലാവർക്കും വെറുപ്പായി മാറും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ പേരക്കുട്ടിനൊന്ന് വിളിച്ചോ. വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എല്ലാവരും കണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തൊട്ടടുത്ത് ബെല്ലൈക്കണിൽ ചുവന്ന അതൊന്ന് കുത്തണേ. എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്തായാലും മറക്കാതെ കിട്ടും നോട്ടിഫിക്കേഷന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഇനി ഇടുന്ന വീഡിയോ നമുക്കൊന്ന് ഉഷാറാക്കണം, തകർത്ത് കളറാക്കണം. ഓക്കേ.